ഗൾഫിൽ നിന്നും പ്രവാസികൾക്ക് ഏറെ ആശങ്കയുളവാക്കുന്നതും അതോടൊപ്പം തന്നെ ഞെട്ടലുളവാക്കുന്നതുമായ ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവം പ്രവാസികളിലേവരിലും ആശങ്ക ഉണർത്തിയിട്ടുണ്ട്. പ്രവാസികളേവരെയും ഞെട്ടലിലാഴ്ത്തി ഗൾഫിലുണ്ടായ രണ്ട് വ്യത്യസ്ത സംഭവങ്ങളിൽ 2 മലയാളി യുവാക്കൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കഴിഞ്ഞ ദിവസമാണ് 2 പ്രവാസി മലയാളികൾ വ്യത്യസ്ത സംഭവങ്ങളിൽ കൊല്ലപ്പെട്ടതായി ഗൾഫിൽ നിന്നും വാർത്ത വന്നത്. ഷാർജയിൽ ഇടുക്കി സ്വദേശി വിഷ്ണു അടിയേറ്റ് മരിച്ചപ്പോൾ സൗദിയിലെ ദമാമിൽ കൊല്ലം സ്വദേശി സനൽ കുത്തേറ്റ് മരിച്ചതായാണ് ലഭ്യമാക്കുന്ന വിവരം. 2 സംഭവത്തിലും ആഫ്രിക്കൻ വംശജരാണ് പ്രതികളെന്ന് പോലീസ് പറയുകയുണ്ടായി. ഷാർജയിലെ അബൂഷഗാറയിലാണ് ഇടുക്കി കരണാപുരം സ്വദേശിയായ 29-കാരൻ വിഷ്ണു ആഫ്രിക്കൻ സ്വദേശികളുടെ അടിയേറ്റ് മരിച്ചത്. ബാർബർ ഷോപ്പ് ജീവനക്കാരനായ വിഷ്ണു താമസ സ്ഥലത്ത് ആഫ്രിക്കക്കാർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ അകപ്പെട്ടു പോയി എന്നാണ് സഹപ്രവർത്തകർ മൊഴി നൽകിയിരിക്കുന്നത്. ചൊവ്വാഴ്ച അവധിയായിരുന്നതിനാൽ തന്നെ അദ്ദേഹം ജോലിക്ക് പോയിരുന്നില്ല. താമസ സ്ഥലത്ത് ഉച്ചയ്ക്കാണ് സംഭവം നടന്നത്. മൃതദേഹം ഷാർജ മോർച്ചറിയിലേക്ക് മാറ്റുകയുണ്ടായി. സംഭവത്തിൽ ഷാർജ പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. അതോടൊപ്പം തന്നെ ദമാമിൽ ജോലിക്കിടെ സഹപ്രവർത്തകനുമായി ഉണ്ടായ സംഘട്ടനത്തിലാണ് കൊല്ലം ഇത്തിക്കര സ്വദേശി 35-കാരൻ സനലിന് കുത്തേറ്റത്. അൽഹസ ജബൽ ഷോബക്കടുത്ത് ബുധനാഴ്ചയായിരുന്നു സംഭവം നടന്നത്. സ്വകാര്യ പാൽ കമ്പനിയിലെ ജീവനക്കാരനാണ് സനൽ. ഇതേ കമ്പനിയിലെ സഹപ്രവർത്തകൻ ഖാന സ്വദേശിയുമായുണ്ടായ തർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു. കേസിലെ പ്രതിയും ഗുരുതര പരിക്കുകളോടെ ചികിത്സയിൽ കഴിയുന്നു. സനലിന്റെ മൃതദേഹം ഫുഫൂഖ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേസമയം കഴുത്തറുക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ഖാന സ്വദേശി ഗുരുതരാവസ്ഥയിലാണ്. 1 വർഷം മുമ്പാണ് ഇയാൾ ജോലിക്കായി അൽ അക്സയിലെ ബ്രാഞ്ചിലെത്തിയത്. പൊതുവെ പരുക്കൻ പ്രകൃതക്കാരനായ ഖാന സ്വദേശി അധികമാരും ജോലിക്കായി കൂടെ കൂട്ടാറില്ലായിരുന്നുവെന്ന് സനലിന്റെ സുഹൃത്തുക്കൾ പറയുകയുണ്ടായി. നിലവിലെ പ്രത്യേക സാഹചര്യത്തിൽ ഇയാളെ ഒപ്പം ജോലിക്ക് കൂട്ടാൻ സനൽ നിർബന്ധിതനാവുകയായിരുന്നത്രേ. ഷോബയിലെ ഒരു ബഖാലയിൽ എത്തിയപ്പോഴും ഇവർ തമ്മിൽ തർക്കം നടന്നതായി അവിടുത്തെ ജീവനക്കാർ പറയുകയുണ്ടായി. ഈ തർക്കം മൂർച്ഛിച്ചതിനാലാകാം കൊലപാതകത്തിലേക്ക് എത്തിച്ചത്. ജോലിക്കിടയിൽ വഴിയരികിലാണ് സംഭവം നടന്നത്. പോലീസ് എത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. അധികം തിരക്കില്ലാത്ത സ്ഥലമായതിനാൽ തന്നെ അല്പം വൈകിയതിനാൽ സമീപത്തുകൂടി പോകുന്നവരുടെ ശ്രദ്ധയിലാണ് ഇത് പെട്ടത്. പോലീസ് എത്തിയപ്പോഴത്തേക്കും സനൽ മരിച്ചിട്ടുണ്ടായിരുന്നു. ആശുപത്രിയിലുള്ള ഖാന സ്വദേശിയെ ചോദ്യം ചെയ്താലേ സംഭവത്തിന്റെ കൃത്യമായ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. എന്നാൽ ഇയാൾ അതീവ ഗുരുതരാവസ്ഥയിലാണ്. 10 വർഷമായി സനൽ അൽഹസയിലുണ്ട്. അച്ഛൻ നഷ്ടപ്പെട്ട ശേഷം സനലായിരുന്നു അമ്മയ്ക്കും ഏക സഹോദരിക്കും ആശ്രയമായിരുന്നത്. സനൽ അവിവാഹിതനാണ്. 1.5 വർഷം മുമ്പ് വിവാഹത്തിനായി നാട്ടിലേക്ക് പോയെങ്കിലും ജാതക പ്രശ്നങ്ങളാൽ കല്യാണം നടക്കാതെ തിരികെ എത്തുകയായിരുന്നു. തോളിൽ കടുത്ത വേദന അനുഭവിച്ചിരുന്നതിനാൽ 2-3 മാസം കഴിഞ്ഞ് എക്സിറ്റിൽ നാട്ടിൽ പോകാൻ ഉദ്ദേശിച്ചിരുന്നതാണ്. ഇതിനു പിന്നാലെയാണ് ഈ സംഭവം നടക്കുന്നത്. ചികിത്സയ്ക്ക് കുറഞ്ഞത് 6 മാസമെങ്കിലും ആവശ്യമുണ്ടെന്നും അത്രയും അവധി കമ്പനിയിൽ നിന്ന് ലഭിക്കാത്തത് കൊണ്ടാണ് താൻ എക്സിറ്റിൽ പോകുന്നതെന്നും സനൽ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. നാട്ടിലെത്തി വിവാഹം കഴിക്കണമെന്ന സ്വപ്നവും സനൽ ഇടയ്ക്കിടെ സുഹൃത്തുക്കളുമായി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. നാട്ടിലെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സനൽ സജീവമായി ഇടപെട്ടിരുന്നു. നാട്ടുകൂട്ടത്തിന്റെ വാട്സാപ്പ് കൂട്ടായ്മയിലും സജീവമായിരുന്നു. മാസങ്ങൾക്ക് മുമ്പ് വൃക്കരോഗിയായി തിരുവനന്തപുരം സ്വദേശിയുടെ ചികിത്സയ്ക്ക് 3000 റിയാൽ സനൽ ഒറ്റയ്ക്ക് പിരിച്ചു നൽകിയതായും സുഹൃത്തുക്കൾ ഓർമ്മിപ്പിക്കുന്നു. തന്റെ കൂടെയുള്ള ഖാന സ്വദേശി വലിയ ദേശീയക്കാരനാണെന്നും മറ്റാരും അവനെ ജോലിക്ക് കൂട്ടാറില്ലെന്നും മറ്റു മാർഗമില്ലാത്തത് കൊണ്ടാണ് താൻ അവനെ കൂടെ കൊണ്ടുപോകുന്നതെന്നും സനൽ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.